ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇതേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ. പരിചയപ്പെടുത്താനല്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. പക്ഷെ സാധാരണ നമ്മൾ പ്രവാസികളൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മാക്സിമം ഐറ്റംസ് കൊണ്ടുവരും അല്ലേ. തേങ്ങ, മാങ്ങ, ചക്ക, ഉണക്കമീൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാനും കൊണ്ടുവരാറുണ്ട്. പക്ഷെ ചക്ക മാങ്ങയൊന്നും കൊണ്ടുവരാറില്ല, ഞങ്ങളുടെ വീട്ടിലതൊന്നുമില്ല. തേങ്ങയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ, ഉണക്കമീൻ അതൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഞാൻ എല്ലാ വർഷവും നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരുന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അത് ചിലപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ എന്നെപ്പോലെ ഭ്രാന്തുള്ളവർ കൊണ്ടുവരായിരിക്കും. അപ്പം അത് എന്താണെന്നൊന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കിക്കോളൂ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എനിക്കിത് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്നും കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യത്തെ വോയിസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ സ്പീക്കറിന് ഇത്തിരി കംപ്ലൈൻ്റ് അല്ല, പുതിയ ഫോണാണ്. അപ്പോൾ അതിൻ്റെ സ്പീക്കറിൽ പുറത്തുള്ള നോയ്സ് പിടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ വോയിസുകളൊക്കെ വരുന്നുണ്ടാവും കേട്ടോ. ഇപ്പം കുട്ടികൾ കളിക്കുന്ന വോയിസൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും, അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇത് ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലയിൽ ഷാമ്പൂ ഒന്നും തേക്കാറില്ല കേട്ടോ. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും പിന്നെ മുട്ടയുടെ വെള്ളം കൊണ്ടാണ് കേട്ടോ ഞാൻ ഷാമ്പൂ താളിയായിട്ട് തേക്കുന്നത്. ഇവിടെ ചെമ്പരത്തിപ്പൂ കിട്ടില്ല, 5 ഇതിലുള്ള ചെമ്പരത്തിപ്പൂ തന്നെ വേണമെന്നല്ലേ പറയാം. അപ്പോൾ ഏകദേശം ചെടി പലതരത്തിലുള്ള പൂക്കളുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ഏകദേശം ഈ ഒരു ചെമ്പരത്തിയുടെ പോലെ തന്നെയാണ്. അപ്പോൾ ഇല ഞാൻ അതിൽ നിന്ന് പറിക്കും, പൂവ് ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ താളിയാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും കൂടെ ചേർത്ത് പിഴിയാണ് ചെയ്യാറ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാ, നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഹെയർ ഓയിലുകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് നീലയമരി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ, ഹെയർ ഓയിലിൽ ഏറ്റവും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ നീലയമരി എന്ന് പറയുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ, വാങ്ങിച്ചിട്ടൊന്നുമല്ല കൊണ്ടുവരുന്നത്. അനിയത്തിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പച്ചമരുന്ന് കടയിൽ നിന്ന് അവർ വന്ന് നോക്കിയിട്ട് ഇത് നമ്മുടെ ശരിയായ നീലയമരി ആണ്, ശരിയായ ഇനം നീലയമരി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വന്ന് പറിച്ചു കൊണ്ടുപോകും കേട്ടോ. അവൾക്ക് കാശും കൊടുക്കും അവർ ഇടക്കിടക്ക് മാസത്തിൽ വന്നിട്ട് പറിച്ചു കൊണ്ടുപോകും. അപ്പം ഇപ്പം അവർ പറിച്ചു കൊണ്ടുപോകാറില്ല, അവൾ നാട്ടിലില്ലാത്തത് കാരണം. അപ്പം അതങ്ങനെ വെട്ടിക്കളയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയണത് തുളസിയാണ് കേട്ടോ. തുളസി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ചുക്ക് കാപ്പി, ഞാൻ പനി, ചുമ, ജലദോഷം മക്കൾക്കായാലും എനിക്കായാലും ഹസ്ബൻഡ് ആർക്കായാലും ഞാൻ പനി അങ്ങനെയുള്ള അതിനൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല കേട്ടോ. ചുക്ക് കാപ്പി അത് തന്നെയാണ് മെയിൻ. അപ്പോൾ ഞങ്ങൾ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് ഈ തുളസി കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഞാൻ കൊണ്ടുവരും, ഉണക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ തണലത്തിട്ടിട്ടാണ് കേട്ടോ എല്ലാം ഉണക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ട് നമുക്ക് സാധാരണ തുളസിയൊക്കെ ഇട്ടിട്ട് ചുക്കാപ്പി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കറുത്ത തുളസി തന്നെയാണ് കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ ഇഷ്ടക്കണക്കിനുണ്ട്. അപ്പോൾ കറുത്ത തുളസി തന്നെ നല്ലതാണെന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കേശവർദ്ധിനി, കേശകാന്തി എന്നൊക്കെ പറയട്ടോ. നമ്മുടെ ഹെയർ ഓയിലുകളിൽ ഉപയോഗിക്കുന്ന തന്നെ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് തലയോട്ടിക്കും ഒക്കെ നല്ല കൂളിങ് കിട്ടാനും ഒക്കെ നല്ലൊരു സംഭവമാണിത്. കേശവർദ്ധിനി എന്ന് പറയും. ഇത് നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അതിനകത്തിട്ട് കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇതും ഞാൻ തണലത്തിട്ട് തന്നെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് ചിലപ്പം എല്ലാവരും അങ്ങനെ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മഴക്കാറൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തായതുകൊണ്ട് എന്തുകൊണ്ടൊന്നല്ല ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ ഇല ഞാൻ പറിച്ചത് കാണിക്കാം. ഈ കാണുന്ന സംഭവമാണ്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പച്ച കളറുള്ള ഈ ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇലയാണ് ഇത്. കേശവർദ്ധിനി എന്ന് പറയും. ഞാൻ പറിച്ചെടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തതും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിലുകളിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കാട്ടുചെക്കി എന്ന് പറയട്ടോ. നമ്മുടെ വീടുകളിൽ വളർത്തുന്നതല്ല, കാട്ടിലൊക്കെ പാറപ്പുറത്തൊക്കെയാണ് കേട്ടോ ഇത് കൂടുതലും കിട്ടുക. അപ്പോൾ കാട്ടുചെക്കി ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ സ്ഥലത്തിൽ തന്നെ, അതായത് ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്. ആ പറമ്പിനകത്ത് ഇതിങ്ങനെ കാട്ടുചെക്കി ഇങ്ങനെ നിറയെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നാട്ടിൽ ഏതായാലും പോയിരിക്കുന്ന സമയത്ത് അത് വെറുതെ കളയണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് പറിച്ചെടുത്തതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇതേ പറിച്ചെടുക്കുന്നതിനിടയിൽ അതിൻ്റെ കായ കണ്ടോ, നല്ല ചുവന്ന് പഴുത്തിരിക്കുന്ന കായാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടാൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൊതിയാവേ. അപ്പോൾ ഇത് കഴിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. അപ്പോൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവുന്നുണ്ടായിരുന്നു. നല്ല ചുവന്ന് പഴുത്തിരിക്കുന്ന പഴമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പഴമൊന്നും ഞാൻ പറിച്ചില്ല, എന്തായാലും ആവശ്യമുള്ള പൂ മാത്രം പറിച്ചെടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതും ഉണക്കിയെടുത്തതാണ്. ഇത് നമുക്ക് ഇതിപ്പം കുറച്ചധികം ഉണ്ട്, ഇത്രയൊന്നും വേണ്ടി വരില്ല. എന്നാലും ഉണക്കിയെടുത്തപ്പോൾ ഞാൻ ഏകദേശം ഇനി അടുത്ത വർഷമല്ലേ നാട്ടിൽ പോവുള്ളൂ, അപ്പോഴേക്കുള്ളതാണ് കേട്ടോ, അതുവരേക്കുള്ളതാണ്. ഇനി അടുത്ത ഐറ്റം പറയട്ടെ. ഇതെന്താന്ന്, ഇത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മുടെ നന്നാറി സർബത്തൊക്കെ ഉണ്ടാക്കുന്ന നന്നാറി അല്ലേ, നറുനീണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടിയെന്നായത് കാരണം നേരിയ വേരുകളാണ് കേട്ടോ. പക്ഷേ ഈ ഒരു നേരിയ വേര് വെച്ച് ഉണ്ടാക്കിയിട്ട് നല്ല മണവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഈ നേരിയ വേരാണെന്ന് ഓർത്തിട്ട് അങ്ങനെ തള്ളിക്കളയണ്ട, നല്ല സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു. നല്ല ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതാണ് അതിൻ്റെ ചെടി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ചെടി മാത്രമേ ഉള്ളൂ, നിറയെ ചെടി അപ്പുറത്തെ ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്നാണ് പറിച്ചെടുത്തത്. അടുത്ത ഐറ്റം ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുളസിയുടെ വിത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തുളസി കിട്ടാൻ ഭയങ്കര പാടാണെന്ന്. അപ്പം ഞാനിങ്ങനെ കൊണ്ടുവന്ന് ചട്ടിയിലൊക്കെ നട്ട് വെക്കും. പക്ഷെ എന്ത് തന്നെയായാലും എനിക്ക് ഇവിടെ തുളസി നന്നാവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നട്ട് നോക്കാൻ. ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ തുളസിയുടെ വിത്ത്. അമ്മ നിറയെ നിറച്ചും കറുത്ത തുളസി ഉണ്ട് വീട്ടിൽ കേട്ടോ. അതിൽ അപ്പം ഞാൻ ഏതായാലും പറിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതേ കാന്താരി നിറയുണ്ട്. അപ്പോൾ എനിക്കൊരു പൂതി, ഇവിടെ കാന്താരി നട്ട് പിടിപ്പിച്ചാലോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെണ്ടുമല്ലിയുടെ ചെടിയാണ്. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് നമ്മുടെ കേശവർദ്ധിനിയും ചെമ്പരത്തിപ്പൂവും പിന്നെ കുറച്ചധികം ഐറ്റംസും കൂടി ഇട്ടിട്ട് നമ്മുടെ ഹെയർ സിറം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ട്. ഇത് നമ്മൾ 1.5 വീതം തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിച്ചൽ മാറും, വളരാനൊക്കെ സഹായിക്കും കേട്ടോ ഹെയർ സിറം. അപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ സ്ഥിരം ഉണ്ടാക്കി ഉപയോഗിച്ച് അവൾക്ക് നല്ല ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായി തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ട് നമ്മളത് പിന്നെ അരിച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. കുളിക്കണമെങ്കിൽ കുളിക്കാം, അല്ലാതെ തേച്ച് വെച്ചിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കഴുകണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വെച്ചതിന് ശേഷം പിന്നെ കഴുകിക്കളയാം. അപ്പം നല്ലൊരു ഹെയർ സിറം, നല്ല ഇഫക്റ്റീവാണെന്ന് അനിയത്തി പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത്തവണത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ സ്പെഷ്യൽ ഐറ്റം. പിന്നെ ഉണക്കമീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ് അതൊക്കെ സാധാരണ കൊണ്ടുവരുന്നത് തന്നെയാണ്. അതിനോടൊപ്പം കൊണ്ടുവന്ന എൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.